عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين وبعد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ അഹ്ലുകാർക്കും അവൻ്റെ മഹലായ ഫളലും റഹ്മത്തും ബറക്കത്തും ചൊരിഞ്ഞ് അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. എല്ലാവരുടെ മുറാദുകളും ബുദ്ധിമുട്ടുകളും മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും ബുദ്ധിമുട്ടുകൾ അള്ളാഹു നീക്കിക്കൊടുക്കുകയും ചെയ്യട്ടെ. രോഗികളായ ആളുകൾക്ക് അള്ളാഹു ആജിലായ ഷിഫായിനെ നൽകട്ടെ. ജീവിക്കുന്ന കാലമത്രയും ഇസ്സത്തോടെ ഈമാനോടെ തഖ്വയോടെ ജീവിക്കാനും മരിക്കുന്ന നേരത്ത് കലിമ ചൊല്ലി ഈമാനോടെ ലോകത്തോട് വിട പറയാനും നമുക്കെല്ലാം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം, അഫമൻ ശറഹല്ലാഹു സ്വദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. ആർക്കെങ്കിലും അള്ളാഹു പരിശുദ്ധ ഇസ്ലാമിലേക്ക് അവൻ്റെ ഹൃദയത്തെ തുറന്നു നൽകിയാൽ ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, അവൻ അള്ളാഹുവിൻ്റെ പ്രകാശത്തിലും അവൻ്റെ നൂറിലുമായിട്ടാണ് അവൻ്റെ ജീവിതം ഉണ്ടാവുക. പരിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ഹൃദയങ്ങളിൽ കുടികൊള്ളേണ്ട ഒരു നൂറാണ്, പ്രകാശമാണ്. ബാഹ്യമായ ഘടകങ്ങളോ ബാഹ്യമായ അടയാളങ്ങളോ മുദ്രകളോ മാത്രമായാൽ വിശുദ്ധ ഖുർആൻ തൊട്ടടുത്ത് പറയുന്ന ആയത്തിൻ്റെ ബാക്കി ഭാഗമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ഫവൈലുൽ ലിൽ ഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ സ്മരണകളിൽ ഹൃദയം അതിനുവേണ്ടി ചെലവഴിക്കാതെ ഖസ്വത്ത് ബാധിച്ച ഇരുണ്ട ഹൃദയങ്ങൾക്ക് ഒരു നന്മയെയും സ്വീകരിക്കാൻ കഴിയാത്ത വിധം ഇരുണ്ട ഹൃദയങ്ങൾ ബാധിച്ച് ബാഹ്യമായ മോടികൾ എത്ര കൂട്ടിയാലും അവർ കടുത്ത ലലാലത്തിലും പിഴച്ച മാർഗത്തിലുമാണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ മാർഗങ്ങളിൽ ഒരാൾ മാന്യനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനക്ക് ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകേണ്ടത് ഹൃദയത്തിലുള്ള പ്രകാശത്തെ, അകത്തെ വെളിച്ചത്തെ കൂടുതൽ കൂടുതൽ പ്രകാശിപ്പിക്കുക എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണങ്ങൾ മദ്ഹുകൾ പറയുന്നിടത്ത് മഹാന്മാരായ സൂഫികൾ രേഖപ്പെടുത്തിയത് കാണാം. ഖുലൂബ ജമീഅൽ ഖൽഖി അഹ്യാ ബിനൂരിഹി, ഖുലൂബ ജമീഅൽ ഖൽഖി അഹ്യാ ബിനൂരിഹി വഅൽസൂനഹും മഹ്യാ ഫസക്ക വഅല്ലമ. നബി തങ്ങളുടെ പ്രത്യേകത എന്താണ്? ഈ ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും, ജമീഅൽ ഖൽഖി സൃഷ്ടികൾക്കെല്ലാം, അഹ്യാ ബിനൂരിഹി അവരുടെ ഹൃദയങ്ങൾക്ക് ജീവൻ കൊടുത്ത താക്കോൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറാണ്, പ്രകാശമാണ്. ആ നൂറ് ഉണ്ടെങ്കിൽ മാത്രമാണ് വഅൽസൂനഹും മഹ്യാ ഫസക്ക വഅല്ലമ. ഹൃദയം വിശുദ്ധമായതിന് ശേഷം, ഹൃദയം പരിശുദ്ധ ദീനിന്റെ പ്രകാശം കൊണ്ട് പ്രൗഢമായതിനു ശേഷമാണ് പിന്നെ വഅൽസൂനഹും മഹ്യാ അത് നാവിലേക്ക് കടക്കേണ്ടത്. ഹൃദയത്തിനകത്ത് പ്രകാശമില്ലാതെ നാവുകളിലും കർമ്മങ്ങളിലും വിവരങ്ങളിലും മാത്രം ദീനിന്റെ ചിഹ്നങ്ങളും അടയാളങ്ങളും പ്രകാശങ്ങളുമായി പരിമിതപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യതയുണ്ടാകില്ല എന്ന് മാത്രമല്ല, വളരെ കർശനമായിട്ടുള്ള മുന്നറിയിപ്പുകളാണ് അവർക്ക് വിശുദ്ധ ഖുർആൻ നൽകുന്നത്. വഅൽസൂനഹും മഹ്യാ ഫസക്ക വഅല്ലമ. ഹൃദയത്തിലാണ് നൂറുണ്ടാകേണ്ടത്. ആ നൂറിൻ്റെ പ്രതിഫലനങ്ങളാണ് നാവിലുണ്ടാകേണ്ടത്. ഫസക്ക വഅല്ലമ, അതിലൂടെയാണ് തസ്കിയത്തും വിവരവും ഉണ്ടാകേണ്ടത്. ഹൃദയത്തിൽ പ്രകാശമില്ലാതെ നിർമ്മിക്കപ്പെടുന്ന വിവരങ്ങളൊക്കെയും കേവലം ധൂളികൾ മാത്രമാണ്. വിവരങ്ങളുടെ സമ്പാദനത്തിന് ഇന്നൊരു കുറവില്ലല്ലോ. ഒരു 50 കൊല്ലം മുമ്പ് ദീനിനെ കുറിച്ച് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ സമ്പാദിക്കാൻ നമുക്ക് മുമ്പിൽ അവസരങ്ങളുണ്ട്. പക്ഷേ വിവരങ്ങൾ കൂടുന്തോറും ആ വിവരങ്ങളെ കൊണ്ടുള്ള അപകടങ്ങളും കൂടി വരികയാണ്. എന്താ കാരണം? വിവരങ്ങൾ വന്ന് പതിക്കുന്നത് ഹൃദയമാകുന്ന നൂറിൻ്റെ ഉറവിടത്തിലല്ല. അവിടെ ഹൃദയത്തിൽ ഒരു നൂറിനെയും ഉൽപ്പാദിപ്പിക്കുന്നില്ല, മറിച്ച് തൊലിപ്പുറമെയുള്ള പ്രകാശങ്ങൾ മാത്രമാണ്. തൊലിപ്പുറമെയുള്ള പ്രകാശത്തിന്റെ പ്രത്യേകത എന്താണ്? ആ പ്രകാശം ഏതു ബാഹ്യ സ്രോതസ്സിൽ നിന്നാണ് ആ പ്രകാശം വരുന്നത് എങ്കിൽ
ആ പ്രകാശം കെട്ടുപോയാൽ നമ്മുടെ തൊലിപ്പുറത്തുള്ള പ്രകാശവും കെട്ടുപോകും. എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, ദീൻ നമ്മോട് പറയുന്നത്, നിങ്ങളുടെ പ്രകാശം, ആ പ്രകാശം, ദീനിന്റെ നൂറ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് ഹൃദയത്തിൽ നിന്നാണ്. ഹൃദയമാണ് ജനറേറ്റർ ആവേണ്ടത്, ഹൃദയമാണ് ഇന്ധനമാകേണ്ടത്. മറ്റുള്ള ഇടങ്ങളിലേക്കെല്ലാം, നിങ്ങളുടെ പുഞ്ചിരിയിലേക്ക്, നിങ്ങളുടെ നാവിലേക്ക്, നിങ്ങളുടെ കർമ്മങ്ങളിലേക്ക്, നിങ്ങളുടെ നോട്ടങ്ങളിലേക്കൊക്കെ ഈ നൂറ് പതിയേണ്ട ഇന്ധനം, ജനറേറ്റർ ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടത് എവിടെ നിന്നാണ്? അത് ഹൃദയത്തിൽ നിന്നാണ്. മറ്റുള്ള ഇടങ്ങളിലൊക്കെയും പ്രകാശങ്ങൾ നഷ്ടപ്പെട്ടു പോയാലും ഹൃദയത്തിൽ പ്രകാശം ഉള്ളവന്റെ ഇന്ധനം ചോർന്നു പോകില്ല. ആ ഇന്ധനത്തിന് വീര്യം കൂടിക്കൊണ്ടേയിരിക്കും. അതില്ലാതെ പോകുന്ന ആളുകളിൽ നിന്ന് തൊലിയിൽ നിന്ന് വേർപിരിയുന്ന പോലെ, തൊലിയിൽ നിന്ന് നിറങ്ങളും മറ്റും വേർപിരിയുന്ന പോലെ അവന്റെ ജീവിതത്തിൽ നിന്ന് പരിശുദ്ധ ഇസ്ലാം ഇങ്ങനെ വേർപെട്ടു പോകും. ഇസ്ലാം വേർപെട്ടു പോകുന്നത് ഇസ്ലാമിനെ നമ്മൾ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാത്തത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. അവസാന കാലഘട്ടമെത്തിയാൽ ഒരു സംഘം ആളുകൾ വരും. അവരുടെ പ്രത്യേകത എന്താണ്? അൽസിനത്തുഹും മഹ്ലാ മിനൽ അസൽ. തേനിനേക്കാൾ മധുരമുള്ള നല്ല വാക്കുകളായിരിക്കും അവരുടെ നാവിലുണ്ടാവുക, നല്ലൊരു ചന്തമുള്ള വാക്കുകൾ. പക്ഷേ വഖുലൂബുഹും ഖുലൂബു ദിആബ്, അവരുടെ ഹൃദയങ്ങൾ ചെന്നായ്ക്കളുടെ ഹൃദയങ്ങളായിരിക്കും. നമ്മളിപ്പോഴും നമ്മളുടെ ഇടയിൽ പോലും നമ്മൾ അഭിപ്രായപ്പെടും, അല്ലേ? ഏറ്റവും നല്ല ചന്തമുള്ള വാക്ക് പറയുന്ന പ്രസംഗം, ഏറ്റവും നല്ല പ്രത്യക്ഷമായ ഭാവങ്ങൾ കാണുന്ന ഇടങ്ങൾ, അതായിരുന്നു വേണ്ടത് എന്ന് പറയും. എന്നാൽ അവിടെ ഹൃദയത്തിൽ പ്രകാശം കത്തിച്ചു വെച്ച ഒരു സൂഫി അവിടെ തലയും താഴ്ത്തി ഒരു മൂലയിൽ ഇരിക്കുന്നുണ്ടാകും. നമുക്ക് ആ സൂഫിയെ ഒരു വിലയും ഉണ്ടാകില്ല. ഖുലൂബുഹും ഖുലൂബു ദിആബ്, ഹൃദയങ്ങൾ ചെന്നായ്ക്കളുടെ ഹൃദയങ്ങളായ ആളുകൾ അവരുടെ പുറം മോടി മിനുക്കിയെടുത്ത് ചന്തമുള്ള വാക്കുകൾ കൊണ്ട്, തേനിനേക്കാൾ മധുരമുള്ള വാക്കുകൾ, പ്രവർത്തനങ്ങൾ, നോട്ടങ്ങൾ എല്ലാം കാപഢ്യത്തിന്റെ നോട്ടങ്ങളല്ലേ? ഇപ്പൊ നമ്മൾ പറയും എല്ലാവരും ഡിപ്ലോമാറ്റിക് ആയിട്ട് ഇടപെടണം. എന്നാൽ ഡിപ്ലോമാറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് മറച്ചു വെച്ചിട്ട് പകൽ മാന്യതയുടെ മാന്യമായ പ്രയോഗമാണ് ഡിപ്ലോമാറ്റിക് എന്ന് പറഞ്ഞാൽ. ആളുകളോട് ഉള്ളിലുള്ളത് മറച്ചു വെച്ചിട്ട് കൃത്രിമമായ പുഞ്ചിരിയും കൃത്രിമമായ സന്തോഷങ്ങളും പ്രകടിപ്പിക്കണം എന്ന് പറയുമ്പോൾ അതിന് തന്നെയാണ് മികച്ചത് നമ്മളും കരുതി പോവാണ്. വാക്കുകൾ, സംസാരങ്ങൾ ഇതുതന്നെയാണ് എല്ലാം. ഹൃദയത്തിന്റെ നൂറിനെ കുറിച്ചുള്ള ബോധങ്ങൾ നഷ്ടപ്പെടുകയാണ്. ജസദിനെ കുറിച്ചുള്ള ആലോചനകൾ മാത്രമാണ്, റൂഹിനെ കുറിച്ചുള്ള സങ്കല്പങ്ങളില്ല. ഈ റൂഹാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മനുഷ്യന്റെ ഘടകം എന്ന് പറയുന്നത്. ആ റൂഹിനാവശ്യമായ അന്നങ്ങളും വിഭവങ്ങളും ഏറ്റവും കൂടുതൽ സമ്പാദിച്ചു വെച്ചവർ അവരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുക. വിശുദ്ധ ഖുർആൻ ബനി ഇസ്രായേലുകാരുടെ കൂട്ടത്തിലുണ്ടായ ബൽആം ഇബ്നു ബഅൂറ എന്ന് പറയുന്ന ഒരാളുടെ കഥ പറയുന്നുണ്ട്. അയാളുടെ പ്രത്യേകത എന്താണ്? വത്ലു അലൈഹിം നബഅല്ലദീ ആതൈനാഹു മിൻ ആയാതിന. നബിയെ, നിങ്ങൾ ഒരു കഥ പറഞ്ഞു കൊടുക്കണം ആളുകൾക്ക്, ഒരു വർത്തമാനം. എന്താ അയാളുടെ പ്രത്യേകത? ആതൈനാഹു ആയാതിന, നമ്മളുടെ ദൃഷ്ടാന്തങ്ങൾ, ദീനിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെയും എമ്പാടും അദ്ദേഹത്തിന് നൽകപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഫൻസലഖ മിൻഹാ, തൊലിപ്പുറമയിൽ നിന്ന് തെറിച്ചു പോകുന്നത് പോലെ അദ്ദേഹം അതിൽ നിന്നൊക്കെ തെറിച്ചുപോയി. ഫഅത്ബഅഹു ശൈത്താൻ, തൊലിപ്പുറമയുള്ള തെറിച്ചു പോയാൽ പിന്നെ പിശാചിന്റെ ഉപാസകനായിട്ട് മാറുകയായിരിക്കും വഴി. ഫകാന മിനൽ ഗാവീൻ, വിവരങ്ങളും വിദ്യാഭ്യാസങ്ങളും ഭൗതികമായ എല്ലാ ഒരുക്കങ്ങളും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് ഊരിയെടുക്കപ്പെട്ടു. ഊരാൻ എളുപ്പമാണ്. ഇതൊരു മുഖംമൂടിയാണ്. നമ്മുടെ പുറത്ത് കാണുന്ന പുഞ്ചിരിയും വർത്തമാനങ്ങളും ഈ സന്തോഷങ്ങളും കാണുമ്പോഴുള്ള നല്ല പ്രകടനങ്ങളൊക്കെ ഒരു മുഖംമൂടിയാണ്. അത് മുഖം മൂടി അങ്ങ് ഊരപ്പെടുമ്പോഴല്ലേ മനുഷ്യന്റെ തനി സ്വഭാവം അറിയുന്നത്. ആ മുഖം മൂടിയെ മിനിക്കുന്നതിന് പകരം നമ്മുടെ ആത്മാവിനെ മിനുക്കിയെടുക്കുക എന്നതായിരിക്കണം പണി. അത് ഇന്നത്തെ കാലത്ത് വലിയ പ്രയാസമാണ്. നമ്മുടെ ചുറ്റുഭാഗത്തും എല്ലാവരും മുഖം മൂടികൾ മിനുക്കാൻ വേണ്ടി പണിയെടുക്കുമ്പോൾ നമ്മൾ മാത്രം ആത്മാവിനെ ശുദ്ധീകരിച്ചാൽ നമ്മളൊരു പക്ഷേ അവഗണിക്കപ്പെടും, പരിഹസിക്കപ്പെടും, അപരവൽക്കരിക്കപ്പെടും. പക്ഷേ അതേ ആത്യന്തികമായിട്ട് നമുക്ക് ഫലം ചെയ്യുകയുള്ളൂ. എഞ്ചിനാണ് ഏറ്റവും ബലമുണ്ടാകേണ്ടത്. ബോഡി അത്ര ബലമില്ലെങ്കിലും കുഴപ്പമില്ല. ബോഡി എഞ്ചിൻ മിനുക്കിയിട്ടില്ലെങ്കിൽ ദീർഘ യാത്രക്കിടയിൽ വഴിയിൽ അപായത്തിൽ പെട്ടുപോകും. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഹൃദയങ്ങൾക്ക് ശാന്തി പകരുന്ന, ആത്മാവിന് കുളിര് പകരുന്ന, നൂറിനെ വീണ്ടും വീണ്ടും ജനറേറ്റ് ചെയ്യുന്ന ആത്മീയമായ ഇന്ധനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടണം. നമ്മുടെ പള്ളികളിൽ നടക്കുന്ന ഒട്ടേറെ സംരംഭങ്ങൾ അതിന് സഹായകമാകുന്നതാണ്. നമ്മുടെ സുബഹിക്ക് ശേഷം ദർസ് നടക്കാറുണ്ട്. ഓരോ മാസത്തിലും ഇവിടെ സ്വലാത്ത് നടക്കാറുണ്ട്. ഓരോ മാസവും ഇവിടെ മജ്ലിസ് നൂറുകൾ നടക്കാറുണ്ട്.
ആ മജ്‌ലിസുന്നൂറുകളുടെ ഭാഗമായി നമ്മൾ പങ്കെടുക്കുക എന്നത് നമ്മുടെ ഹൃദയങ്ങൾക്ക് ആത്മീയമായ ഇന്ധനങ്ങൾ പകരുന്നതാണ്. ഒരു ദിവസം അല്ലേ, നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ എക്സർസൈസ് ചെയ്യണം തീരുമാനിക്കും. എന്തിനാണ്? അടുത്ത ഒരാഴ്ചയിലേക്കുള്ള ഒരു ശാരീരികമായ ഒരു കരുത്ത് നേടാൻ, ഫിറ്റ്നസ് നേടാൻ വേണ്ടിയിട്ടാണ്. ഒരു മാസത്തെ മജ്‌ലിസുന്നൂറിൽ നമ്മൾ ഈ പള്ളിയിൽ പങ്കെടുത്ത് ഒരുമിച്ചിരുന്ന് ദുആ ചെയ്ത് ഒരു മുസ്തജാബു ദഅവയായ ഒരു മനുഷ്യൻ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ ആ ദുആഇന്റെ ഫലം മതി അടുത്ത ഒരു മാസത്തേക്ക് പിശാചിന്റെ ശല്യമില്ലാതെ നമുക്ക് ജീവിച്ചു മുന്നോട്ട് പോകാൻ. അത് നമ്മുടെ ഹൃദയത്തിൽ ആ ബോധമുണ്ടാകണം. ഈ വരുന്ന ചൊവ്വാഴ്ച ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് ശേഷം ഇവിടെ മജ്‌ലിസുന്നൂർ ഉണ്ടാകും. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഒന്നാമത്തെ മുൻഗണന മഗ്‌രിബിന് ശേഷം അങ്ങാടിയിലുണ്ടെങ്കിൽ, മറ്റു തിരക്കുകളില്ലെങ്കിൽ, ചൊവ്വാഴ്ച രാവിലെ നമ്മൾ തീരുമാനിക്കണം, ഇന്ന് മഗ്‌രിബിന് ശേഷം എൻ്റെ ഷെഡ്യൂൾ പള്ളിയിൽ മജ്‌ലിസുന്നൂറിൽ പങ്കെടുക്കലാണ്. ഒരു മുക്കാൽ മണിക്കൂറേ ഉള്ളൂ. പക്ഷെ ആ മുക്കാൽ മണിക്കൂർ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഇന്ധനം എന്ന് പറയുന്നത് അടുത്ത ഒരു മാസത്തേക്കുള്ള ആത്മീയമായ കുറെ സംരക്ഷണങ്ങളാണ്. അല്ലാഹു നമ്മളെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംരംഭങ്ങളുടെ ഭാഗമായി കൂട്ടുകാർ, സഹോദരങ്ങൾ, പ്രത്യേകിച്ച് ചെറിയ മക്കൾ, സഹോദരിമാർ എല്ലാവരും പങ്കെടുപ്പിക്കുക. മാസത്തിൽ ഒരു 1-1.5 മണിക്കൂറാണ് നമുക്ക് അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നത്. അത് ആത്മീയമായി വലിയ ഊർജം പകരും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുകയാണ്.